വന നിയമ ഭേദഗതിയിലെ ആശങ്കകളുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി ജോസ് കെ മാണി പറഞ്ഞു. വന്യമൃഗങ്ങളെ വനത്തിനകത്ത് നിലനിർത്തേണ്ടത് വനം ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. വന്യമൃഗം പുറത്തു വന്നാൽ വനം ഉദ്യോഗസ്ഥർ അച്ചടക്ക നടപടി നേരിടുമോ എന്നും ജോസ് കെ മാണി ചോദിച്ചു. ഇനി ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടതാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ലേ. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് വന്യമൃഗത്തിനെ വനത്തിനകത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ അച്ചടക്ക നടപടി നേരിടാൻ തയ്യാറാണോ? എന്തിനാണ് ഈ കർഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇപ്പോൾ കെണി വെച്ച് ഒരു വന്യമൃഗം അതിൽപ്പെട്ട് കൊല്ലപ്പെട്ടാൽ എന്തിനാണ് ഒരു കർഷകനെ കുറ്റക്കാരനാക്കുന്നത്? അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, അവൻ്റെ സ്വത്തല്ലേ, അതിന് അധികാരമില്ലേ? അതിലേക്ക് കടന്നു വന്നാൽ എന്ത് ചെയ്യും? അതിനെന്തിനാ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ അതിനൊക്കെ ഒരു നിയമ ഭേദഗതി ആവശ്യമാണ്. അതിനുവേണ്ടി പോരാട്ടം നടത്തും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രശാന്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. അതായത് ഈ വിഷയത്തിൽ വലിയ ശക്തമായൊരു പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒപ്പം ഇതിലൊരു രാഷ്ട്രീയവും ഉണ്ട്. കാരണം കേരള കോൺഗ്രസ് എം ഭരണമുന്നണിയിൽപ്പെടുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതായത് ഭരിക്കുന്ന മുന്നണിയുടെ പാർട്ടിയാണ്. ആ ഭരിക്കുന്ന മുന്നണിയിലെ പാർട്ടിയാണ് ഈ പ്രതിഷേധം അറിയിക്കുന്നത് എന്നതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം അതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഈ മലയോര മേഖലകൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഒട്ടുമിക്ക മലയോര മേഖലയിലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയാണ്, ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം വലിയ രീതിയിൽ കർഷകരും അതുപോലെ തന്നെ കർഷക സംഘടനകളും പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് ഇത്തരത്തിൽ കണ്ടൊരു പ്രതിഷേധം ഈ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ നേതാക്കൾ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയെ ഈ വിവരം ധരിപ്പിച്ചത്. അതായത് ഇതിൽ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഈ കർഷകരോടൊപ്പം കേരള കോൺഗ്രസ് എം ഉണ്ട് എന്ന ഒരു കാര്യം കൂടി അല്ലെങ്കിൽ എന്ന വിഷയം കൂടി കർഷകരെ ബോധിപ്പിക്കേണ്ടത് കൂടിയുണ്ട്. എന്തായാലും അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കർഷകരുടെ ആശങ്ക ഇവർ പങ്കുവച്ചു എന്നാണ് പറയുന്നത്. അതിൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നിയമങ്ങളുടെ പോരായ്മകൾ, അതോടൊപ്പം ഏത് കോൺസ്റ്റബിളിന് വേണമെങ്കിലും ഈ അറസ്റ്റ് ചെയ്യാവുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അധികാരം മാത്രമല്ലാതെ ഏത് കോൺസ്റ്റബിളിനും ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ അതിക്രമിച്ച് കടൽ വന്യജീവികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അറസ്റ്റ് നടപടിയിലേക്ക് അടക്കമുള്ള ഒരു ഭേദഗതിയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ആ നിയമങ്ങളിൽ അമെൻമെന്റ് നടത്തുന്ന നിയമങ്ങളിലെല്ലാം ഉള്ള വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പ്രതിഷേധം അറിയിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അതിൽ മുഖ്യമന്ത്രി അനുകൂലമായ ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായെന്നും ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ എമ്മിന്റെ നേതാക്കളും അതുപോലെ തന്നെ ജോസ് കെ മാണിയും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തിയത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ കേരള കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ കൂടി തങ്ങൾ അവരോടൊപ്പമുണ്ട് എന്ന് ബോധിപ്പിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയുന്നത് ഇതിൽ മുന്നണിയിൽ തന്നെ രണ്ട് അഭിപ്രായവും ഉണ്ട്. കാരണം ഈ നിയമമായി വരുന്ന സമയത്തെല്ലാം ഈ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ മന്ത്രി കൂടി ഉൾപ്പെടുന്ന സഭയിലാണ് അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റിലാണ് ഈ നിയമങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. ആ ചർച്ചകളിൽ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ മന്ത്രി എടുത്തതും അതുപോലെ തന്നെ ഈ കേരള കോൺഗ്രസ് എം നേതാക്കൾ എടുക്കുന്നതുമായി ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വൈരുദ്ധ്യമുള്ളതായിട്ടുള്ളൊരു വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചുവെന്ന് കേരള കോൺഗ്രസിന്റെ എം നേതാവ് ജോസ് കെ മാണി പറയുകയും ചെയ്തു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.